ഈ വണ്ടിയും നമ്മളും തമ്മിലൊരു ബന്ധമുണ്ട്. എന്താണെന്നറിയോ? രണ്ടും മെയ്ഡ് ഇൻ ഇന്ത്യ ആണ്. ടൊയോട്ട ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്ത് ഖത്തറിലേക്ക് എത്തിക്കുന്ന ആദ്യത്തെ വണ്ടിയാണിത് നമ്മുടെ കയ്യിലുള്ളത്, ടൊയോട്ട അർബൻ ക്രൂയിസർ. Oh yeah, let's take a trip. Just sit back and light a spliff with this and don't slip on a funky dope track. Jump back, strapped with a fat Buddha sack and a 7/8 black on clean. Gangsta lean, I got രണ്ട് വേരിയന്റുകളിലായിട്ടാണ് ടൊയോട്ട അർബൻ ക്രൂയിസർ ഖത്തറിലെ മാർക്കറ്റിലെത്തുന്നത്, സ്റ്റാൻഡേർഡ് ആൻഡ് ഹൈ എൻഡ്. ഇതിൽ ഹൈ എൻഡ് വേർഷൻ ആണ് നമ്മുടെ കയ്യിലുള്ളത്. ഹൈ എൻഡ് ആയതുകൊണ്ട് തന്നെ ഓഫ് കോഴ്സ് ഒരുപാട് അഡ്വാൻസ് ഫീച്ചേഴ്സ് ഈ ഒരു വെഹിക്കിളിലുണ്ട്. 2-ടോൺ കളർ കോമ്പിനേഷനിലാണ് ടൊയോട്ട അർബൻ ക്രൂയിസറിന്റെ മോഡൽസ് വരുന്നത്. നമ്മുടെ കയ്യിലുള്ളത് ബ്ലാക്ക് ആൻഡ് ബ്ലൂ കോമ്പിനേഷനിലുള്ള ഒരു വെഹിക്കിളാണ്. ഇതിന്റെ ഫ്രണ്ട് സൈഡിലെ ഡിസൈൻ നോക്കിക്കഴിഞ്ഞാൽ തന്നെ വളരെ ക്യൂട്ടായിട്ട് ചെയ്തിട്ടുള്ളത് കാണാം. മിഡിലിൽ ടൊയോട്ടയുടെ ബാഡ്ജ് കാണാം. ആ ബാഡ്ജിൽ നിന്ന് രണ്ട് സൈഡിലേക്കായിട്ട് ലീനിയർ ക്രോം പ്ലേറ്റഡ് ബാർസ് കാണാം. അത് ചെന്ന് അവസാനിക്കുന്നത് നമ്മുടെ ഡേ ടൈം റണ്ണിംഗ് ലൈറ്റിന്റെയും ഇൻഡിക്കേറ്ററിന്റെയും കോമ്പിനേഷന്റെ മിഡിലേക്കായിട്ടാണ്. അത് ഒരു വൈഡ് ഫേസ് ഈ ഒരു വെഹിക്കിളിന് നൽകുന്നുണ്ട്. ഡേ ടൈം റണ്ണിംഗ് ലൈറ്റിന്റെയും ഇൻഡിക്കേറ്ററിന്റെയും നേരെ താഴെയായിട്ട് ഒരു ഓട്ടോ LED ഹെഡ് ലാമ്പ് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ മിഡിലായിട്ട് ഒരു ഗ്രില്ല് കാണാം. ഒരു സെമി SUV മോഡലായിട്ടുള്ള അർബൻ ക്രൂയിസറിന് ഒരു ബോൾഡ് ലുക്ക് നൽകുന്നത് ഈ ഹെഡ് ലാമ്പിന്റെയും അതുപോലെ തന്നെ ഗ്രില്ലിന്റെയും ഡിസൈൻ ആണെന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. 2600 mm വീൽ ബേസ് ഉള്ള 10 സ്പോക്ക് 17 ഇഞ്ച് അലോയ് വീൽസ് ആണ് ടൊയോട്ട അർബൻ ക്രൂയിസറിന്റെ ഈ ഒരു ഹൈ എൻഡ് വേർഷനിലുള്ളത്. 4 സൈഡിലും ക്യാമറകൾ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു 360 പനോരമിക് വ്യൂ വണ്ടി ഓടിക്കുന്ന സമയത്ത് നമുക്ക് ലഭിക്കും. റിവേഴ്സ് എടുക്കുമ്പോഴും പാർക്ക് ചെയ്യുമ്പോഴൊക്കെ കൂടുതൽ സേഫ് ആയിട്ട് ചെയ്യാനുള്ള ഒരു സൗകര്യം ഈ ഒരു വെഹിക്കിളിൽ നമുക്ക് ലഭിക്കും. ടൊയോട്ട അർബൻ ക്രൂയിസറിന്റെ സേഫ്റ്റി ഫീച്ചേഴ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ 6 എയർ ബാഗ്സ് ആണ് ഉള്ളത്. ഡ്രൈവർ സൈഡിൽ, പാസഞ്ചർ സൈഡിൽ, ഫ്രണ്ടിൽ, കർട്ടൺ സൈഡിലൊക്കെ ആയിട്ട് എയർ ബാഗ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ ഫീച്ചേഴ്സ് എടുത്ത് നോക്കുമ്പോൾ ABS ബ്രേക്കിംഗ് സിസ്റ്റം, പിന്നെ വെഹിക്കിൾ സ്റ്റെബിലിറ്റി കൺട്രോള്, ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ്, അതുപോലെ ട്രാക്ഷൻ കൺട്രോൾ സിസ്റ്റം, ഇങ്ങനെയുള്ള എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും ഈ ഒരു വെഹിക്കിളിന് നൽകിയിട്ടുണ്ട്. ഒരു ഫാമിലിക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു 5 സീറ്റർ വെഹിക്കിൾ ആണ് ടൊയോട്ട അർബൻ ക്രൂയിസർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ആ 2-ടോൺ കളറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു സിൽവർ ലൈനിങ്, ഒരു ക്രോം ഫിനിഷ് ഇത് ഇവിടെ നൽകിയിട്ടുണ്ട്. മുകളിൽ ഒരു സിൽവർ റൂഫ് റെയിൽ നൽകിയിട്ടുള്ളത് കാണാം. പവർ വിൻഡോ ആൻഡ് പവർ മിറർ ആണ് ഈ ഒരു വെഹിക്കിളിലുള്ളത്. ഒരു SUV ലുക്ക് ആൻഡ് ഫീൽ കിട്ടുന്ന രീതിയിൽ ഒരു ഹൈ ഹൊറിസോണ്ടൽ ആക്സിസും നൽകിയിട്ടുള്ളത് കാണാം സൈഡിൽ. ഇനി ബാക്ക് സൈഡിലേക്ക് പോവാം. ഇങ്ങനെയാണ് ഇതിന്റെ റിയർ കോമ്പിനേഷൻ ലാമ്പ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഒരു അഡ്വാൻസ് ആൻഡ് യുണീക്ക് ആയിട്ടുള്ള ഡിസൈൻ ആണ് ഇതെന്നാണ് ടൊയോട്ട അവകാശപ്പെടുന്നത്. അതായത് റിയർ കോമ്പിനേഷൻ ലാമ്പുകൾ തമ്മിൽ ഒരു ലീനിയർ ഇലൂമിനേഷൻ ഫീൽ ലഭിക്കുന്ന രീതിയിലാണ് അത് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. ചെറിയ ബജറ്റിൽ നല്ല സൗകര്യങ്ങൾ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന വണ്ടികളിലൊന്നാണ് ടൊയോട്ട അർബൻ ക്രൂയിസർ കേട്ടോ. പനോരമിക് സൺറൂഫ് എടുത്തു പറയേണ്ടതാണ്. അതായത് ഡ്യുവൽ സ്ലൈഡിംഗ് ആയിട്ടുള്ള ഒരു വലിയ പനോരമിക് സൺറൂഫ് നൽകിയിട്ടുണ്ട്. പിന്നെ ഷാർഫിൻ ആൻറ്റിന മുകളിൽ കാണാം. അതുപോലെ സ്പോയിലേഴ്സ് സെറ്റ് ചെയ്തിട്ടുള്ളത് കാണാം. 4365 mm ലെങ്ത്തും 1795 mm വിഡ്ത്തും 1645 mm ഹൈറ്റും ആണ് ടൊയോട്ട അർബൻ ക്രൂയിസറിനുള്ളത്. 45 ലിറ്ററിന്റെ ഒരു ഫ്യൂവൽ ടാങ്ക് ആണ് ഈ ഒരു വെഹിക്കിളിനുള്ളത്. ടൊയോട്ട എക്സലന്റ് കാറ്റഗറിയിൽ മൈലേജ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വെഹിക്കിളാണിത്. 19.8 km/ലിറ്റർ ആണ് ഈ ഒരു വെഹിക്കിളിൽ ലഭിക്കുന്ന മൈലേജ്. 1.5 ലിറ്റർ 4 സിലിണ്ടർ എഞ്ചിനാണ് ടൊയോട്ട അർബൻ ക്രൂയിസറിന് പവർ നൽകുന്നത്. 102 HP ആണ് ഇതിന്റെ പവർ. സഫീഷ്യന്റ്ലി സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബൂട്ട് സ്പേസ് ആണ് ടൊയോട്ട അർബൻ ക്രൂയിസറിനുള്ളത്. ബൂട്ട് സ്പേസിന്റെ ഒരു സെപ്പറേറ്റർ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. സെക്കൻഡ് റോയിലെ സീറ്റ്സ് നമുക്ക് ഫ്രണ്ടിലോട്ട് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ വിശാലമായ ഒരു ബൂട്ട് സ്പേസ് ആക്കി മാറ്റാൻ സാധിക്കും. ബൂട്ട് സ്പേസിൽ രണ്ട് സൈഡിലായിട്ട് സ്റ്റോറേജ് ഏരിയാസ് നൽകിയിട്ടുണ്ട്. അതുപോലെ ബൂട്ടിൽ താഴെയായിട്ട് നമുക്ക് ടയർ, എക്സ്ട്രാ ടയർ ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് കാണാം. എക്സ്റ്റീരിയറിലുള്ളതുപോലെ തന്നെ ഇന്റീരിയറും ഒരു 2-ടോൺ കളർ കോമ്പിനേഷനിലാണ് ചെയ്തിട്ടുള്ളത്. ഡ്രൈവർ സൈഡ് ഡോറിൽ തന്നെ പവർ വിൻഡോ കൺട്രോളും പവർ മിറർ കൺട്രോളും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ ഒരു ക്രോം ഫിനിഷ് നൽകിയിട്ടുണ്ട്. പിന്നെ സിന്തറ്റിക് ലെതറിന്റെ 2 കോമ്പിനേഷനിലുള്ള ഒരു ഡിസൈൻ ആണ് നമുക്ക് കാണാൻ സാധിക്കുക. വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സീറ്റിംഗ് പ്രൊവൈഡ് ചെയ്യുന്ന സിന്തറ്റിക് ലെതറിലുള്ള സീറ്റ്സ് ആണ് ഈ ഒരു വെഹിക്കിളിലുള്ളത്. ബാക്ക് സൈഡിലും AC വെന്റ് നൽകിയിട്ടുണ്ട്. കൂടാതെ ഒരു USB ആൻഡ് Type-C ചാർജിംഗ് സോക്കറ്റുകളും ഇവിടെ നൽകിയിട്ടുള്ളത് കാണാം. വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ലെഗ് സ്പേസ് നൽകുന്ന സീറ്റാണ് ബാക്ക് സൈഡിലുള്ളത്. ബാക്ക് സീറ്റിൽ ഒരു ഫോൾഡബിൾ ഹാൻഡ് റെസ്റ്റും അതിൽ തന്നെ 2 കപ്പ് ഹോൾഡേഴ്സും നൽകിയിട്ടുള്ളത് കാണാം. 6 സ്പീക്കർ ഓഡിയോ സിസ്റ്റം ആണ് ഈ ഒരു വെഹിക്കിളിനുള്ളത്. കൂടാതെ 9 ഇഞ്ച് ഇൻഫോർടൈൻമെന്റ് ടച്ചബിൾ ഡിസ്പ്ലേ നൽകിയിട്ടുണ്ട്. ആൻഡ്രോയിഡ് ഓട്ടോയും ആപ്പിൾ എയർപ്ലേയും വയർലെസ്സും ബ്ലൂടൂത്തും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു ഇൻഫോർടൈൻമെന്റ് ഡിസ്പ്ലേ ആണ് ഈ ഒരു വെഹിക്കിളിലുള്ളത്. AC കൺട്രോളുകളുടെ നേരെ താഴെയായിട്ട് പാർക്ക് അസിസ്റ്റ് ബട്ടൺ, അതുപോലെ തന്നെ സ്കിഡ് കൺട്രോൾ, അങ്ങനെയുള്ള സേഫ്റ്റി ഫീച്ചേഴ്സ് കാണാം.
നേരെ താഴെയായിട്ട് 2 പവർ സോക്കറ്റുകൾ നൽകിയിട്ടുണ്ട്. ഒന്ന് USB ആണ്, ഒന്ന് നോർമൽ പവർ സോക്കറ്റ് ആണ്. അതിന് താഴെയായിട്ട് വയർലെസ് ചാർജിങ് യൂണിറ്റ് നൽകിയിട്ടുണ്ട്. ഫോൺ നമുക്ക് ഇവിടെ ജസ്റ്റ് വെച്ച് കഴിഞ്ഞാൽ തന്നെ ചാർജ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റിയും ഇവർ നൽകിയിട്ടുണ്ട്. 6 സ്പീഡ് ഓട്ടോ ഗിയർ ട്രാൻസ്മിഷൻ ആണ് ഈ ഒരു വെഹിക്കിളിന് നൽകിയിട്ടുള്ളത്. മാനുവൽ റൈഡ് എൻജോയ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് മാനുവൽ മോഡിൽ ഇട്ടതിന് ശേഷം നമുക്ക് ഈ പെഡൽ ഷിഫ്റ്റർ യൂസ് ചെയ്തുകൊണ്ട് മാനുവലി ഡ്രൈവിംഗ് എൻജോയ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. ഈ ഒരു വെഹിക്കിളിന് ടൊയോട്ട ഹെഡ് അപ്പ് ഡിസ്പ്ലേ കൂടി നൽകിയിട്ടുണ്ട്. ഹെഡ് അപ്പ് ഡിസ്പ്ലേയുടെ ബട്ടൺ നമുക്ക് സ്റ്റിയറിംഗ് വീലിന്റെ നേരെ താഴെയായിട്ടാണ് കാണാൻ സാധിക്കുക. പാസഞ്ചറിനും ഡ്രൈവറിനും സൺവൈസറിൽ മിററും ലാമ്പും നൽകിയിട്ടുണ്ട്. ഇതിന്റെ പ്രൈസ് എത്രയാണെന്ന് ഒരുപാട് പേര് അന്വേഷിക്കുന്നുണ്ടാവും. സ്റ്റാൻഡേർഡ് മോഡലിന് 73,000 ഖത്തറി റിയാലും ഹൈ എൻഡ് മോഡൽ അതായത് നമ്മുടെ കയ്യിലുള്ള ഈ ഒരു വെഹിക്കിളിന് 79,000 ഖത്തറി റിയാലും ആണ് ഖത്തറിലെ പ്രൈസ്. കണ്ടതും കേട്ടതും വെച്ചിട്ട് എങ്ങനെയുണ്ട് ടൊയോട്ട അർബൻ ക്രൂസർ? അർബൻ ക്രൂസറിനെ പറ്റി കൂടുതൽ അറിയാൻ ടൊയോട്ടയുടെ ഖത്തറിലെ ഡീലറായിട്ടുള്ള അൽ അബ്ദുൽ ഖാനി മോട്ടോഴ്സിന്റെ ഓഫീസുകൾ വിസിറ്റ് ചെയ്യാവുന്നതാണ്. ടെസ്റ്റ് ഡ്രൈവ് ആവശ്യമുള്ളവർക്ക് സിറ്റി സെന്റർ ഷോറൂമിലോ ടൊയോട്ടയുടെ മെയിൻ ഷോറൂമിലോ വിസിറ്റ് ചെയ്യാവുന്നതാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു വർത്ത് ബൈയിങ് ആയിരിക്കും ടൊയോട്ട അർബൻ ക്രൂസർ. നാട്ടിൽ ഇത്രയും ഹിറ്റ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. അത് ഖത്തറിലേക്ക് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്ത ആദ്യത്തെ വെഹിക്കിൾ. സോ ഈ ഒരു വാഹനത്തിനെ പറ്റിയിട്ടുള്ള നമ്മുടെ റിവ്യൂ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കമന്റുകൾ ചെയ്യുക, ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.